Every vaginas are beautiful. എല്ലാ യോനിയും സൗന്ദര്യമുള്ളതാണ്. തങ്ങളുടെ യോനിഭാഗം മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാക്കാമെന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളൊന്നും നടന്നില്ലെങ്കിൽ പോലും ഈയിടെയായിട്ട് ചില ട്രെൻഡ്സൊക്കെ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. വെജൈനൽ റിജുവനേഷന് വേണ്ടി ചെയ്യുന്ന ഒരു സ്പാ ട്രീറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ വിഷയം. വെജൈനൽ ഫേഷ്യൽ, അതായത് വെജേഷ്യൽ. മുഖസൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഇതിൻ്റെ സ്റ്റെപ്സും. പിന്നെ വെജൈനൽ ഏരിയയിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് എനിക്ക് 2 കാര്യങ്ങൾ ആദ്യം തന്നെ പറയാനുണ്ട്. ഒന്നാമത് pH ഓഫ് ദ പ്രോഡക്റ്റ്. വെജൈനൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സും തന്നെ അസിഡിക് pH ഉള്ളതായിരിക്കണം. അതായത് pH വാല്യൂ 3.8 to 4.5 ആയിരിക്കണം. എന്തിനാണ് ഈ അസിഡിക് pH എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെജൈനയ്ക്ക് ചുറ്റും ഒരു നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ സ്പീഷീസ് ആണ്. അസിഡിക് pHലല്ലാത്ത പ്രോഡക്ട്സ് നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് അസിഡിക് pH തന്നെ വേണമെന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ കാര്യം, നാച്ചുറൽ പ്രോഡക്ട്സ്. വെജൈനൽ ഏരിയയിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാക്സിമം നാച്ചുറൽ ആവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നാച്ചുറൽ പ്രോഡക്ട്സ്, സർട്ടിഫൈഡ് ഓർഗാനിക് അല്ലെങ്കിൽ ഓർഗാനിക് പ്രോഡക്ട്സ് തന്നെ വെജൈനൽ ഏരിയയിൽ യൂസ് ചെയ്യണം. അതെങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വെജൈനൽ ഏരിയ. അതുകൊണ്ട് തന്നെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് എപ്പോഴും സേഫ്. പിന്നെ വെജൈനൽ ഫേഷ്യലിൻ്റെ സ്റ്റെപ്സിലോട്ട് വരാം. സ്റ്റെപ്പ് 1, ഏതൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിനെയും പോലെ ഇവിടെയും ആദ്യം തന്നെ നമ്മളൊരു ആൻറ്റി ബാക്ടീരിയൽ വാഷ് ഉപയോഗിച്ച് വെജൈനൽ ഏരിയ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. വെജൈനൽ ഏരിയയും അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഒരു 30 സെക്കൻഡ്സ് ഒരു ക്ലെൻസർ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വെജൈനൽ സ്ക്രബാണ്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പപ്പായ ബേസ്ഡ് എക്സ്ഫോളിയേറ്റിംഗ് ജെല്ലാണ്. ഇത് എന്തിനാണ് ഈ വെജൈനൽ ഏരിയ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ സ്ത്രീകളൊക്കെ തന്നെ വെജൈനൽ ഏരിയയിലത്തെ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വാക്സിങ് അല്ലെങ്കിൽ ഷേവിംഗ് ഒക്കെ ചെയ്യും. ഈ വാക്സിങ് അല്ലെങ്കിൽ ഷേവിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവിടെ ചെറുതായിട്ട് ഇൻഗ്രോൺ ഹെയർസ് ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് വെജൈനൽ ഏരിയയിലുള്ള സ്കിന്ന് വളരെ റഫായിരിക്കും. അപ്പോൾ സ്കിന്നിൻ്റെ ഈ റഫ്നെസ് ഒക്കെ കളഞ്ഞ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ സ്ക്രബിങ് എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ്. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം കഴുകിക്കളയാം. പിന്നെ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റി ഫ്രക്കൈൽ കാമിംഗ് മാസ്ക് ആണ്. എന്തിനാണ് ഈ മാസ്ക്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്തിനാണ് നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ തന്നെ സ്ത്രീകളിൽ പ്രായമായിട്ട് വരുമ്പോഴൊക്കെ കുറച്ച് ഒരു 30-35 ഒക്കെ ആയി വരുമ്പോൾ ഈ പ്യൂബിക് ഏരിയയിലുള്ള സ്കിന്ന് വല്ലാതെ ഡാർക്ക്, ബാക്കിയുള്ള ശരീരത്തിലെ ബാക്കിയുള്ള സ്കിൻ കളർ പോലെ അല്ലാതെ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ട് മാറും. അപ്പോൾ ഒരു പിഗ്മെൻറ്റേഷൻ അവിടെ ഡെവലപ്പായിട്ട് വരും. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൻറ്റി ഫ്രക്കൈൽ കാമിംഗ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ്സോളം ഈ കാമിംഗ് മാസ്ക് സ്കിന്നിൽ വെച്ചിരിക്കേണ്ടതാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകിക്കളയാം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റെപ്പാണ് ലൈറ്റനിങ് ഓർ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. എന്തിനാണ് ഈ ലൈറ്റനിങ് ക്രീം വെജൈനൽ ഏരിയയിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കിന്നിൻ്റെ കളറ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നത്. പിന്നെ വെജൈനൽ ഫേഷ്യൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. എന്തിനാണ് ഈ വെജൈനൽ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വജൈന അല്ലെങ്കിൽ ഒരു ബാർബി വജൈന എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ വെജൈനൽ ഫേഷ്യലൊക്കെ യൂസ് ചെയ്യുന്നത്. ഹെവൻ സ്പാ ന്യൂയോർക്കാണ് ഈ വെജൈനൽ ഫേഷ്യൽ എന്ന ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പീച്ച് സ്മൂത്തി എന്നൊക്കെ പറയും, ഈ ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് പല സ്പാസും ഈ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീടിനടുത്തുള്ള സ്പായിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിലിരുന്ന് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഹോം ബേസ്ഡ് വെജൈനൽ സ്പാ കിറ്റ് ചില കമ്പനീസൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബെയർഡെർമ ഓർഗാനിക്സ് ഒക്കെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
അടുത്ത പ്രാവശ്യം പുതിയൊരു വിഷയവുമായി കാണുന്നത് വരെ നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.